ശരിക്കും വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണല്ലേ. ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നേ. ഇന്ന് ആരും ഉണ്ടായില്ല വീട്ടിൽ. അച്ഛനും അനിയനൊക്കെ ജോലിക്ക് പോയി, അമ്മയും അതേ പോയി. ഇപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ നല്ല ബോറടിക്കുന്നുണ്ട്. പിള്ളേരും അങ്ങനെ അടുത്ത ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ ജോലിയൊക്കെ നോക്കി പോയി. അപ്പം ഞാൻ ആണെങ്കിൽ നല്ല ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് തന്നെ. അപ്പം നമ്മൾ വീട്ടിലാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, നല്ല ലേറ്റാവും, പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലേറ്റായിട്ട് എണീറ്റ് ഞാൻ ചായ കുടിക്കാമെന്ന് ഓർത്തു. ചായക്ക് ഇതേ മധുരക്കിഴങ്ങും പഴവും ചായയും ഒരു കപ്പ് ചായ എടുത്തത് പുറത്തേക്ക് സിറ്റൗട്ടിൽ വന്നിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് പുറത്തേക്ക് ഈ കിളികളെയും അതൊക്കെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ സൗണ്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അത് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് പിന്നെ കുളിക്കാമെന്ന് ഓർത്ത് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നപ്പോൾ വീണ്ടും നല്ല മടിയായി. അതിനിടയ്ക്ക് എൻ്റെ കൈ നോക്കിയപ്പോൾ ഭയങ്കര റെഡ് കളറായി വന്നത്. എന്താണോ പെട്ടെന്ന് വന്നായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് ഭയങ്കര മടി. വീണ്ടും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി മുടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിരുന്ന് ഒരു 12 ആയപ്പോൾ ഞാൻ കുളിക്കാനൊക്കെ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴാണ് ഓക്കെ, ഇനി ഒരു സിന്ദൂരൊക്കെ ഇട്ട് ഒരു ചന്ദനമൊക്കെ ഇട്ട് വെറുതെ ഇരിക്കുകയാണ്. അതും നോക്കി അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് പുറത്തു 1 മണി ആയല്ലോ, എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അപ്പോഴേക്കും എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ഡൗട്ട് വെച്ച് ഓഫീസിൽ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവന് ഡൗട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു 1-1:30 ആയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനിതേ പുറത്തുനിന്ന് അകത്തേക്ക് കയറി. അതിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം ആരെങ്കിലൊക്കെ ഒന്ന് വരുന്നുണ്ട്. അമ്മ ഉച്ചയ്ക്ക് വരുന്ന പതിവുണ്ട്. അപ്പോൾ അമ്മ വരുന്നുണ്ടോ നോക്കിയൊക്കെ ഇരുന്നു, പക്ഷെ അമ്മ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായി. അതിൻ്റെ കൂടെ തന്നെ സർവ്വമായ സിനിമയും കാണാമല്ലോ എന്ന് ഓർത്ത് അതൊക്കെ ഞാനൊന്ന് ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ വെച്ച് ഫുഡൊക്കെ എടുത്തു കേട്ടോ. ഫുഡിന് എന്തായിരുന്നു, ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും എടുത്തു. പിന്നെ വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്ത് ഞാൻ വന്നിരുന്നപ്പോഴേക്കും അമ്മയ്ക്ക് തയ്ക്കാനുള്ള ഒരു ഡ്രസ്സും കൊണ്ട് ഒരു വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആളെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഞാനത് സിനിമ കാണലും ഫുഡ് കഴിക്കലും ഒരുമിച്ചായിരുന്നു. പിന്നെ ആ സിനിമ കഴിയുന്നത് വരെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നേ. കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം പോസ് ചെയ്ത് ഞാനെന്ത് കുറച്ച് അലക്കാനിടാനുണ്ടായിരുന്നു. അതും കൊണ്ട് മുകളിലേക്ക് കയറി. അതൊക്കെ ഇട്ട് വീണ്ടും താഴേക്ക് വന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ഭയങ്കര മടി. അമ്മ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. കാര്യമുണ്ട് കേട്ടോ. എന്താണ് എന്നുള്ളത് മീൻസ് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതെന്നുള്ളത് വലിയൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇട്ട് ഞാൻ താഴേക്ക് വന്നപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ഐസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ടായില്ല. പക്ഷെ എന്നാലും ഞാൻ അതൊന്ന് കഴിച്ചേ. പിന്നെ വീണ്ടും അമ്മ ഈ പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് കുറച്ച് പഞ്ചസാര എടുത്ത് ഞാൻ നേരെ പുറത്തേക്ക് പോയി. അവിടുന്ന് കുറച്ച് നേരം വീണ്ടും ഇരുന്ന് അമ്മ വരുന്നതും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സിനിമ ഒക്കെ കണ്ട് കഴിഞ്ഞായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മണി 5:15 ആയപ്പോഴേക്കും അമ്മ പണി കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഞാൻ